ഹലോ മച്ചന്മാരെ, നമ്മൾ പ്രശ്നം റിവ്യൂ ചെയ്യാൻ വേണ്ടി വന്നത് ഹിന്ദി മൂവിയാണ്. 2024 ആനന്ദ് ഡയറക്ഷൻ ചെയ്തിട്ടുള്ള അൻവിത ദത്ത് ഡയറക്ഷൻ ചെയ്തിട്ടുള്ള മൂവിയാണ് ബുൾബുൾ എന്ന് പറഞ്ഞിട്ടുള്ള ഹിന്ദി മൂവി. നെറ്റ്ഫ്ലിക്സിലായിരുന്നു റിലീസ് ചെയ്തത്. ജൂൺ 24 ആയിരുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അന്നത്തെ കാലത്ത് ഒരുപാട് സബ്ജക്റ്റിൽ നാഷണൽ അവാർഡ്സൊക്കെ നേടിയിട്ടുള്ള മൂവി തന്നെയാണ് ബുൾബുൾ മൂവിക്ക്. കാരണം അതിന് ഒരുപാട് പ്രശംസ ഉണ്ടായിരുന്നു. കാരണം ബുൾബുൾ എന്ന മൂവി കണ്ടപ്പോൾ ഒരു ഹൊറർ ബേസ്ഡ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രധാനമായിട്ടും ഒരു കഥാപാത്രം ഡിംബാരി ആണ് ഇതിൽ പ്രധാനമായി കഥാപാത്രം ചെയ്തിട്ടുള്ളത്. തൃപ്തി ഡിംബാരി എന്നാണ് അവരുടെ മുഴുവനായിട്ടുള്ള പേര്. നമുക്കെല്ലാവർക്കും പറയാം, നമ്മുടെ അനിമല എന്ന് പറഞ്ഞ ചിത്രത്തിലൂടെയാണ് അവർ ശ്രദ്ധിക്കപ്പെടുന്നതെങ്കിൽ പോലും അതിനേക്കാൾ മുമ്പ് ഈ ചിത്രം റിലീസ് ചെയ്തിരുന്നു. പക്ഷെ അന്നേറെ പ്രശംസൊന്നും കാര്യങ്ങളൊന്നും ഏറ്റവും വാങ്ങിയിട്ടില്ല തോന്നുന്നു. കാരണം ആ പടം കണ്ട ശേഷമാണ് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഇവർ അഭിനയിച്ച ചിത്രങ്ങളെക്കുറിച്ചിട്ടൊക്കെ. ഒരു പക്ഷേ അനിമൽ എന്ന് പറഞ്ഞ ചിത്രത്തെ കുറച്ച് സ്പേസിങ്ങിൽ പോലും ഇതിൽ ഗംഭീരമായിട്ട് മികച്ച പ്രകടനം തന്നെ അവർ ചെയ്തിട്ടുണ്ട്. കാരണം 18+ കണ്ടുണ്ടോ നല്ലൊരു സാധാരണ ആയിട്ടുള്ള ഒരു ദേവിയും യക്ഷിയും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് ചിത്രം മുന്നോട്ട് പോയിട്ട് വരാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഇതിൻ്റെ തുടക്കം തന്നെ ഒരു കന്യകയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ചെറിയൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വരുന്നു. അദ്ദേഹത്തെ ഏകദേശം എനിക്ക് തോന്നുന്നു ചെറിയ 16 വയസ്സിനും താഴെയുള്ള ഒരു പെൺകുട്ടിയെ ഒരു കല്യാണം കഴിച്ച് വരുന്നു. അപ്പോൾ ഒരു കുറച്ച് ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അപ്പോൾ അവളോട് അവൻ ചോദിക്കുന്നുണ്ട്, അതിന് മുമ്പ് പ്രാന്തൻ്റെ ഇത് കടന്നു വരുന്നുണ്ട്, ആരാണ് നമ്മൾ പറയുന്നു. അവൾ ചോദിക്കുന്നുണ്ട്, ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, ആ കുട്ടി ചോദിക്കുന്നു, മറ്റേ കുട്ടിയോടെയും ചോദിക്കുന്നുണ്ട് എനിക്ക് കഥ പറഞ്ഞെന്നുള്ള വ്യക്തി. പക്ഷേ ഇവർ രണ്ടും തമ്മിൽ എന്തോ ഗംഭീരമായിട്ടുള്ള പരിചയം വരുന്നു. പിന്നീട് കുറേ കളക്ഷൻ കടന്നു വരുന്നുണ്ട്. ആ കുട്ടിയിൽ നിന്ന് നമ്മുടെ കഥാനായികയായി വരുന്നത് തൃപ്തി ഡിംബായിട്ട് വരുന്നത്. പിന്നീട് അവിടെ നടക്കുന്ന ഒരു കൊലപാതകവും കാര്യങ്ങളും മുന്നോട്ട് പോകുന്നു. എന്താണ് അതിന് പിന്നിലുള്ള രഹസ്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു ഹൊറൈസ്ഡ് ആയിട്ട് സ്റ്റോറിയാണ് മുന്നോട്ട് പോകും. ഒരു പഴയൊരു കൊട്ടാരം, പക്ഷേ ആ കൊട്ടാരത്തിൽ വരുന്നവരെല്ലാവരും കൊല്ലപ്പെടുന്നു. അതിന് പിന്നിൽ ഒരു കുട്ടിയാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ എന്താണ് അതിന് പിന്നിലുള്ള കാരണമെന്ന് അന്വേഷിക്കുന്നു. ഈ തുടക്കം വരും ഒടുക്കം വരും ഗംഭീരം ഇൻട്രസ്റ്റിംഗ് ആയി മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പഴയ കാലഘട്ടത്തിലോട്ടാണ് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ പോലും ഒരു ക്വാളിറ്റി ബേസ്ഡ് കൊള്ളാം, ഒരു നല്ലൊരു സൗണ്ട് ക്വാളിറ്റി അതുപോലെ ഹൊറർ ബേസ്ഡ് സ്റ്റോറി എന്നതിലുപരി നല്ലൊരു തീം തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. കണ്ടാൻ പോകുന്നുണ്ട്. സാധാരണ ഹിന്ദി ചിത്രങ്ങൾക്കൊന്നും സ്ത്രീപക്ഷ ചിത്രങ്ങളാവാറെങ്കിൽ പോലും തീർച്ചയായിട്ടും ഈ ബുൾബുൾ എന്ന് പറഞ്ഞ ഹിന്ദി ചിത്രം അത് വ്യത്യസ്തമായിട്ട് തന്നെയാണ് അവർ ചെയ്തു വെച്ചത്. കാരണം സ്ത്രീപക്ഷ ചിത്രമാണ് പറയാൻ സാധിക്കും. കാരണം ഒരു യക്ഷിയും അതുപോലെ തന്നെ ഒരു പ്രധാനമായിട്ട് ദേവിയും വേണം വിശേഷിക്കാൻ സാധിക്കും. കാരണം ആ നാട്ടിൽ പ്രധാനമായിട്ടൊരു ദേവിയൊക്കെ കാണുന്ന ഒരു തരത്തിലാണ് ബുൾബുൾ ചിത്രം മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു പക്ഷേ ചർച്ച വിഷയം ആവേണ്ട സബ്ജക്റ്റ് തന്നെയായിരുന്നു. ഇത് തുടക്കം തന്നെ ഏകദേശം ഒരു 16 വയസ്സിന് താഴെയായിട്ടുള്ള പെൺകുട്ടിയെ കല്യാണം കുറഞ്ഞ വിഷയമൊക്കെ ഇത് തുടക്കം കണ്ടപ്പോൾ ഞാൻ എന്തായിരിക്കും ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ആ കുട്ടിയുടെ ഡബ്ബിങ് പോലും ചെറിയൊരു പെൺകുട്ടി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ഡബ്ബിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി കാര്യമായിട്ട് എന്തൊക്കെയോ ഇതിൽ മുന്നോട്ട് പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടല്ലോ എന്ന്. പക്ഷേ ഇതൊക്കെ നമ്മൾ കഥ മുന്നോട്ട് തുടങ്ങുമ്പോൾ കഥാപാത്രങ്ങൾ മുന്നിലോട്ട് തന്നെ നമ്മൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. തൃപ്തി ഡിംബാരിയെ കുറിച്ച് പറയുമ്പോൾ മികച്ചൊരു പ്രാന്തന ഒരു കാഴ്ചയുള്ളൂ. കാരണം 18+ പല സീൻസുകളും ഇതുണ്ടെങ്കിൽ പോലും പക്ഷേ അത് ഗംഭീരമായി തന്നെ അവർ മികച്ച രീതിയിൽ തന്നെ ചേരുന്നുണ്ട്. ക്ലൈമാക്സ് ഉൾപ്പെടെ തീർച്ചയായിട്ടും ക്ലൈമാക്സൊക്കെ നമുക്ക് ഞെട്ടുന്ന തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അത്യാവശ്യം VFXും കാര്യങ്ങളൊക്കെ വർക്കൗട്ടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ നായകഥാപാത്രം ചെയ്ത വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ വില്ലനായി ചെയ്തിട്ടുള്ള 2 വ്യക്തികളാണെങ്കിൽ പോലും ഗംഭീരമായി തന്നെ ചെയ്തു. ബുൾബുൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം എനർജിക്കിട്ടായിട്ട് മുന്നോട്ട് പോകുന്നൊരു കഥാപാത്രം തന്നെയാണ്. നമ്മളിൽ വെച്ചുള്ള തീമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തൊക്കെയാണ് പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവുക. ആ കുട്ടിയുടെ മാനസിക സംഘർഷാവസ്ഥകളൊക്കെ കാര്യങ്ങൾ പോലും. കാരണം ഇതിൽ ഒന്ന് തൊട്ട് അങ്ങറ്റം വരെയും മികച്ച രീതിയിൽ തന്നെയാണ് ഓരോ വ്യക്തിയും ചെയ്തിട്ടുണ്ടാവുക. അനിത ദത്ത് എന്ന് പറയുന്ന മികച്ച ഡയറക്ടറുടെ മികച്ച പ്രകടനം തന്നെ ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മികച്ച ഡയറക്ഷൻ തന്നെയായിരുന്നു. അവരെ മറ്റു ചിത്രങ്ങളെ കുറിച്ചൊന്നും എനിക്കറിയില്ല, ഞാൻ അന്വേഷിക്കാൻ പോയിട്ടില്ല. അപ്പോൾ ബുൾബുൾ എന്ന് പറഞ്ഞ ചിത്രം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. കാരണം ഹിന്ദി മൂവിയാണ് എങ്കിലും ഉപരി അതിൻ്റെ മലയാള സബ്റ്റിലും കാര്യമൊന്നും ലഭ്യമല്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും മികച്ച അഭിപ്രായങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന ചിത്രം തന്നെയാണ്. നമ്മൾ പണ്ടത്തെ ദൈവികതയും ഒരു രക്ഷയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കാണിച്ചു വരാൻ ശ്രമിക്കുന്നുണ്ട്. സർവ്വപരി നല്ലൊരു മെസ്സേജും നല്ലൊരു ഡയറക്ഷൻ മേക്കിങ് കാര്യങ്ങളൊക്കെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സിനിമ പ്രേമികളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി വൈസിൽ കാണാൻ പറ്റിയ ചിത്രം തന്നെയാണ് ബുൾബുൾ എന്ന ചിത്രം. ആ ബുൾബുൾ നെറ്റ്ഫ്ലിക്സ് ലഭ്യമാണ്. 2024 ജൂൺ 24 റിലീസ് ചെയ്തത് 2020. അപ്പോൾ തീർച്ചയായിട്ടും ബുൾബുൾ കണ്ടിട്ടുള്ള വ്യക്തി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഈ വോയിസ് റിവ്യൂയെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പരിഗണിക്കുക. വീണ്ടും മറ്റൊരു റിവ്യൂയുടെ കാത്തിരിക്കുകയും ബൈ ഫ്രണ്ട്സ്.